കേജ്രിവാൾ സർക്കാർ നടപ്പിലാക്കാൻ വിസമ്മതിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കാൻ പുതിയ ഡൽഹി സർക്കാരിന്റെ തീരുമാനം. ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാന തീരുമാനം കൈക്കൊണ്ടത്. ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും 5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും ചികിത്സാ ചെലവ് വഹിക്കും. 14 CAG റിപ്പോർട്ടുകൾ നിയമസഭയിൽ വയ്ക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കേജ്രിവാൾ സർക്കാരിനെതിരായി നിരവധി പരാമർശങ്ങൾ CAG റിപ്പോർട്ടുകളിൽ ഉണ്ടെന്നാണ് സൂചന. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. പൊതുഭരണം, ധനകാര്യം, റവന്യൂ, വനിതാ ശിശുക്ഷേമം, ഭൂമി, വിജിലൻസ് വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും. പർവേസ് വർമ്മയ്ക്ക് പൊതുമരാമത്ത്, പാർലമെന്ററി കാര്യം, ജലം, വെള്ളപ്പൊക്ക നിയന്ത്രണം തുടങ്ങിയ വകുപ്പുകൾ നൽകി. ആഭ്യന്തരം, ഊർജ്ജം, വിദ്യാഭ്യാസ വകുപ്പുകൾ ആശിഷ് സുധീനാണ്. മർജിന്ദർ സിംഗ് സിർസയ്ക്ക് വ്യവസായം, ഭക്ഷ്യവിതരണം, വനം, പരിസ്ഥിതി എന്നീ വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. സാമൂഹ്യനീതി, SC/ST വകുപ്പുകളുടെ ചുമതല രവീന്ദർ ഇന്ദ്രാജ് സിംഗിനാണ്. കപിൽ മിശ്രയ്ക്ക് നിയമം, തൊഴിൽ, സാംസ്കാരികം, ടൂറിസം തുടങ്ങിയ വകുപ്പുകളും പങ്കജ് കുമാർ സിംഗിന് ആരോഗ്യം, IT, ഗതാഗതം എന്നീ വകുപ്പുകളും നൽകി.